നടത്തി കൊടുത്തു. 44-ാമത്തെ വയസ്സിൽ വെളിപ്പെടാനുള്ള രോഗം നിന്റെ തലയ്ക്കകത്ത് ഇരിപ്പുണ്ട്. ആ പ്രശ്നം നിന്റെ കൂടെ ഇരിപ്പുണ്ട്. അത് പറഞ്ഞപ്പോൾ ആ സ്ത്രീക്ക് അത്ര രസിച്ചില്ല. പക്ഷെ ഞാൻ വിളിച്ചു പറയുക, ഈ രാത്രിയിൽ അങ്ങനെ തരത്തിലുള്ള ഏതെങ്കിലും റൂട്ടുകൾ ഏതെങ്കിലും കുടുംബങ്ങളിൽ ദൈവമക്കളുടെ മേലിൽ ഉണ്ടെങ്കിൽ നിന്നെ അസ്വസ്ഥതപ്പെടുത്തുന്നു. ഏതെങ്കിലും തരത്തിലുള്ള റൂട്ടുകൾ ഉണ്ടെങ്കിൽ ഈ രാത്രി അതിനെ വേരോടെ പിടുന്ന രാത്രിയായി തീരട്ടെ. അല്ലേ? ഞാനിതിന് എൻ്റെ റൂട്ടിൻ്റെ കാരണം കൂടെ വന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. സന്തോഷമുള്ള ദൈവമക്കളെ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതെ, ഇവർ 430 സംവത്സരം ഇവരുടെ ജീവിതത്തിൽ ഈ പ്രശ്നം വന്ന് കയറാനുള്ളതിൻ്റെ കാരണം എന്തായിരുന്നു അറിയാമോ? അബ്രഹാം ഒരു യാഗത്തിൽ നടത്തിയതിൽ പരാജയപ്പെട്ടു പോയതാ. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം വന്നാട്ടെ. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിന്റെ 9-10 വാക്യങ്ങളിലോട്ടൊന്ന് വന്നാട്ടെ. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം എടുത്താട്ടെ. അവൻ അവനോട്, നീ 3 വയസ്സുള്ള ഒരു പശുക്കിടാവിനെയും 3 വയസ്സുള്ള ഒരു കോലാടിനെയും 3 വയസ്സുള്ള ഒരു ആട്ടുകൊറ്റനെയും ഒരു കുറുപ്രാവിനെയും ഒരു പ്രാവിൻ കുഞ്ഞിനെയും കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. ഇവയൊക്കെയും അവൻ കൊണ്ടുവന്ന് ഒത്ത നടുവെ പിളർന്ന ഭാഗങ്ങളെ നേർക്കുനേരെ വെച്ചു. പക്ഷികളെയോ അവൻ പിളർന്നില്ല. ഉടലുകളിന്മേൽ റാഞ്ചൽ പക്ഷികൾ ഇറങ്ങി വന്നപ്പോൾ അബ്രഹാം അവയെ ആട്ടിക്കളഞ്ഞു. അവൻ പക്ഷികളെ എന്തോ പറ്റി? പിളർന്നില്ല. വായിച്ചോ. സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രഹാമിന് ഒരു ഗാഢനിദ്ര വന്നു. ഭീതിയും അന്ധതമസ്സും അവന്റെ മേൽ വീണു. അപ്പോൾ അവൻ അബ്രഹാമിനോട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന, നിങ്ങൾ ശ്രദ്ധിച്ചോണേ, വായിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പറയാം, ആ ദേശക്കാരെ സേവിക്കും. എത്ര സംവത്സരമാ? 400 സംവത്സരം. നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് എത്ര സംവത്സരം ദൈവമക്കളെ പറഞ്ഞാട്ടെ? 400 സംവത്സരം ആ ദേശക്കാരെ സേവിക്കും. അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും. അതിന്റെ ശേഷം അവർ വളരെ സമ്പത്തോടും കൂടെ പുറപ്പെട്ടു പോരും. നീയോ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരും. നല്ല വാർദ്ധക്യത്തിൽ അടക്കപ്പെടും. 4-ാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും. അമോര്യരുടെ ആക്രമണം ഇതുവരെ തികഞ്ഞിട്ടില്ല എന്ന് അരുളി ചെയ്തു. സൂര്യൻ അസ്തമിച്ച് ഇരുട്ടായ ശേഷം ഇതാ പുകയുന്ന ഒരു തീച്ചുള ആ ഭാഗത്തുള്ള നടുവെ ജ്വലിക്കുന്ന ഒരു പന്തം കടന്നുപോയി. അന്ന് യഹോവ അബ്രഹാമിനോട് നിയമം ചെയ്തു, നിന്റെ സന്തതിക്ക് ഞാൻ മിസ്രയീം നദി തുടങ്ങി. അബ്രഹാമിനെ ദൈവം 75-ാമത്തെ വയസ്സിൽ കൽദയ പട്ടണമായ ഊരിൽ നിന്ന് ദൈവത്തിൻ്റെ ശ്രേഷ്ഠകരമായ ഒരു പദ്ധതിക്ക് വേണ്ടി അബ്രഹാമിനെ ദൈവം വിളിച്ചിറക്കുക. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അബ്രഹാമിനെ വിളിച്ചിറക്കിയ ഈ അബ്രഹാമിനെ വിളിച്ചിറക്കി വരുന്ന വഴികളിൽ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, അബ്രഹാമേ, നീ ഓരോ ചുവടും നീ എൻ്റെ പിൻപാകെ ഞാൻ പറയുന്നത് പോലെ അനുസരണത്തോടുകൂടെ നടന്നാൽ ഞാൻ നിനക്ക് നിന്റെ സന്തതിയുണ്ടല്ലോ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽ തീരത്തെ മണലിനെ പോലെ ഞാൻ ആക്കി തീർക്കാം. നിനക്ക് ഭൂമിയിലുള്ള ഒരുത്തനും എണ്ണാൻ പറ്റാത്തതുപോലെ ഞാൻ നിന്റെ സന്തതിയെ അനുഗ്രഹിക്കുകയും ഞാൻ നിന്റെ സന്തതിയെ വർദ്ധിപ്പിക്കുകയും ചെയ്ത. അബ്രഹാമിൻ യാത്ര ഇങ്ങനെ തുടർന്നു. അബ്രഹാമിന് അന്നത്തെ കാലത്ത് അറിയാം, ഈ ദൈവത്തിൻ്റെ പിൻഭാഗെ പോകുന്ന സമയത്ത് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന, അബ്രഹാം അനുഭവിക്കുന്ന ഓരോ ചുവടും അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ സ്വസ്ഥതയും അനുഗ്രഹം ഉണ്ടായിരുന്നു. അബ്രഹാം ഇങ്ങനെ യാത്ര ചെയ്തു. അങ്ങനെ യാത്ര ചെയ്തപ്പോൾ ഒരു സമയത്ത് ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, ഞാൻ നിന്റെ പരിചയം, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാണ്, ഞാൻ നിന്നെ ഈ തലമുറയിൽ ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. പക്ഷെ ഒരു കാര്യം, നമ്മൾ രണ്ടും കൂടെ ഒരു ഉടമ്പടി ചെയ്യണം. ആ കാലത്ത് ഉടമ്പടികൾ നിലനിന്നിരുന്ന ഒരു കാലമായിരുന്നു. ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഓർത്തോണേ, അത് സാധാരണ രീതിയിലല്ല. ഇന്നത്തെ കാര്യങ്ങളെല്ലാം കോൺട്രാക്റ്റാണ്. എന്ന് വെച്ചാൽ ഞാൻ ഇത്ര പണം തരുമ്പോൾ എനിക്ക് ഇന്ന കാര്യം ചെയ്തു തരും. ആ വ്യക്തിക്ക് ഇഷ്ടമില്ലാത്തപ്പോൾ മാറിപ്പോ. അതിന് പറയുന്ന പേര് കോൺട്രാക്ട്. ഒരു വീട് വെക്കാൻ നിങ്ങൾ ഒരാൾക്ക് കോൺട്രാക്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നത്, നിങ്ങൾ ഇത്ര സാധനം പണ്ട് തന്നാൽ ഞാൻ ഇത്ര പൈസ തരാം. അത് കോൺട്രാക്റ്റാണ്, അതിൽ എഗ്രിമെൻറ്റാണ്. അതിനകത്തൊന്ന് മാറാം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തപ്പോൾ അതിൽ നിന്ന് മാറാം. പക്ഷേ കവനന്റിനെ കുറിച്ച് പറയുന്ന മറ്റൊരു ഉദാഹരണം ഞാൻ പറയട്ടെ. കവനന്റ്, ഉടമ്പടി എന്ന് പറഞ്ഞാൽ വിവാഹം ഒരു ഉടമ്പടിയാണ്. കാരണം അതിനകത്തൊന്നും മാറാൻ പറ്റത്തില്ല. കാരണം ഒരിക്കൽ ഉടമ്പടി ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തൊന്നും മരണം വേർപിരിക്കാതെ മാറാൻ പറ്റത്തില്ല. അതാണ് കവനന്റും കോൺട്രാക്ടറും. എന്ന് വെച്ചാൽ ഉടമ്പടിയും എഗ്രിമെന്റും
തമ്മിലുള്ള വ്യത്യാസം ഇതാ. അബ്രഹാമിന് അന്ന് നല്ലവണ്ണം ഉടമ്പടിയെ കുറിച്ച് അറിയാം. ഉടമ്പടിക്കകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് വേണ്ടിയ ഒരു കാര്യമാണ് രക്തം. എന്താണ്? പറഞ്ഞാട്ടെ, രക്തം. ഉറക്കെ പറയാമോ? എന്താണ് വേണ്ടിയത്? രക്തം. അന്ന് പലതരത്തിലുള്ള ഉടമ്പടികൾ നിലനിന്നിരുന്നു. അതിനകത്തെ ഒരു തരത്തിലുള്ള ഉടമ്പടി, അർമേനിയൻ ഉടമ്പടി എന്ന് പറയുന്ന ഒരു ഉടമ്പടിയുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ കേട്ടിരിക്കുന്നത് അല്പം പറയാം. ഉടമ്പടി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ട് വീട്ടിലെ പിതാക്കന്മാർ തമ്മിൽ അവരെന്തെടുക്കുന്നറിയാമോ? അവരെല്ലാവരും കൂടി, മക്കളും എല്ലാവരും കൂടെ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് അവർ ഉടമ്പടി ചെയ്യുന്നത്, അന്നത്തെ ഉടമ്പടി ചെയ്യുന്നത്, അവരുടെ വിരലുകൾ രണ്ടും മുറിച്ചിട്ട് അവരുടെ വിരലുകൾ തമ്മിൽ ഒന്നിച്ചു വെച്ച് കെട്ടും. എന്നിട്ട് അതിൻ്റെ താഴെ ഒരു ഗ്ലാസ്സിൽ വീഞ്ഞ് വെച്ചിട്ടുണ്ട്. ഈ വീഞ്ഞിനകത്തേക്ക് ഇവരുടെ രണ്ടുപേരുടെയും രക്തം കലർന്ന് ആ വീഞ്ഞിനകത്ത് വീഴും. ആ വീഞ്ഞിനകത്ത് വീണിട്ട് ഇവർ രണ്ടുപേരും, പിതാക്കന്മാർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആ വീഞ്ഞിൻ്റെ അല്പം കുടിക്കും. അത് നിമിത്തം അവർ ചെയ്യുന്ന ഉടമ്പടി എന്തോന്നറിയാമോ? അഥവാ നീ മരിച്ചാൽ, ഒരാൾ മരിച്ചാൽ, നിന്റെ സകല കുടുംബത്തെയും നിന്റെ കുഞ്ഞുങ്ങളെയും എൻ്റെ ജീവനുള്ളിടത്തോളം കാലം ഞാൻ അവരെ പോറ്റി പുലർത്തിക്കോളാം. അവർക്ക് എന്ത് പറ്റിയാലും ഞാനാണ് ഉത്തരവാദി. അടുത്ത ആൾ പറയുന്ന ഇപ്രകാരമാണ്: നിനക്കെന്തു പറ്റിയാലും, നിനക്ക് നന്മയായാലും തിന്മയായാലും ഉയർച്ചയായാലും നഷ്ടമായാലും അതിനെല്ലാം ഞാനും ഭാഗവാക്കാം. ഇതാണ് ഉടമ്പടി. അന്നത്തെ ഒരു ഉടമ്പടി അർമേനിയൻ ഉടമ്പടി. അങ്ങനത്തെ ഉടമ്പടികൾ നിലനിന്നിരുന്ന സമയത്ത്, രക്തം നിമിത്തമുള്ള ഉടമ്പടി നിലനിന്ന സമയത്ത് ദൈവം അബ്രഹാമിനോട്, അബ്രഹാമേ, നമുക്ക് രണ്ടും കൂടി ഉടമ്പടി ചെയ്യാം. പക്ഷെ നമുക്ക് രണ്ടും കൂടെയുള്ള ഉടമ്പടിയുടെ കാര്യം ദൈവം പറഞ്ഞു കൊടുത്തു. രക്തം ചീന്തിയിട്ടാണ് ഉടമ്പടി ഉള്ളത്. മൃഗങ്ങളെ, ഒന്നാമത്തെ 3 വയസ്സുള്ള മൃഗത്തെ അറുത്തു, അതിനെ പിളർന്നു വെച്ചു. അതിൻ്റെ രക്തം അവിടെ പുരളാൻ തുടങ്ങി. അതിൻ്റെ രക്തം അവിടെ ഒഴുകാൻ തുടങ്ങി. അടുത്ത മൃഗത്തെ പിളർന്നു വെച്ചു, അതിൻ്റെ രക്തം അവിടെ ഒഴുകാൻ തുടങ്ങി. അടുത്ത മൃഗത്തെ പിളർന്നു വെച്ചു, അതിൻ്റെ രക്തം ഒഴുകാൻ വേണ്ടി തുടങ്ങി. ഇതിൻ്റെ എല്ലാം രക്തം അവിടെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, അബ്രഹാം പ്രാക്കളെ, പക്ഷികളെ എന്തു പറ്റി? പിളർന്നില്ല. അതിൻ്റെ രക്തം അവിടെ വീണില്ല. ഉടമ്പടിക്ക് അതിൻ്റെ രക്തം അവിടെ വീഴാത്തത് കൊണ്ട് അവിടെ അറിയാമോ, ആ സമയത്ത് റാഞ്ചൽ പക്ഷികൾ ഇറങ്ങി വരികയും അബ്രഹാം അതിനെ ആട്ടി ഓടിക്കുകയും ചെയ്തു. അബ്രഹാമിനോട് അന്ന് ദൈവം പറഞ്ഞു, അബ്രഹാമേ, രക്തത്തിൻ്റെ അകത്തൊരു പാളിച്ച വന്നതുകൊണ്ട്, രക്തത്തിൻ്റെ അകത്തൊരു വീഴ്ച വന്നതുകൊണ്ട് നീ കേട്ടോ, നിന്റെ സന്തതി ഉണ്ടല്ലോ, നീ അറിയാത്ത ദേശത്ത് 400 സംവത്സരം ആ ദേശക്കാരെ സേവിക്കും. അടുത്തത്, അവരെ സേവിക്കുക മാത്രമല്ല, പക്ഷെ സേവിച്ചു കഴിയുമ്പോൾ 400 സംവത്സരം കഴിയുമ്പോൾ, 4 തലമുറക്കാർ കഴിയുമ്പോൾ, ഞാൻ ആ ജാതിയെ, നിന്നെ ന്യായം വിധിച്ച, നിന്നെ അടിമകളാക്കി ആ ജാതിയെ ഞാൻ ന്യായം വിധിച്ച് നിന്നെ ഞാൻ പുറത്തെടുക്കും. അടുത്തത്, നീ പുറത്തു പോകുമ്പോൾ വെറുതെ പോകേണ്ടി വരത്തില്ല, നിന്നെ ഞാൻ ബഹുസമ്പന്നനായി പുറത്തെടുക്കും. ഈ രക്തം, ആ പക്ഷിയുടെ രക്തം അവിടെ വീഴാത്തത് കൊണ്ട്, നിങ്ങൾ മറ്റൊരു ഭാവം കൂടെ മനസ്സിലാക്കണം. അന്ന് യാഗത്തിന്റെ ഉടമ്പടി വന്നിട്ടില്ല. യഥാർത്ഥത്തിൽ പക്ഷികളെ പിളർക്കുകയല്ല, പക്ഷികളുടെ കഴുത്ത് പിരിച്ച് അതിനെ പറിച്ചു കളയുക. പക്ഷെ രക്തം വീണിട്ടില്ല. എന്താണ്? രക്തം വീണിട്ടില്ല. അത് നിമിത്തം അബ്രഹാമിന്റെ മേൽ വന്നു കയറി, അബ്രഹാമിന്റെ സന്തതിയുടെ മേൽ രക്തം നിമിത്തം ഒരു 400 സംവത്സരക്കാലത്തെ അടിമത്തം വന്നു. നിങ്ങൾക്കറിയോ, കാലങ്ങൾ പോയെങ്കിലും ഈ ഒരു സംഭവം, ദൈവം പറഞ്ഞ ഈ വാക്കുകൾ അത് അടുത്ത തലമുറയിലേക്ക് തുടർന്നുകൊണ്ടിരുന്നു. അബ്രഹാം കഴിഞ്ഞു, അബ്രഹാം ഏകദേശം അബ്രഹാം മരിച്ചിട്ട് അടുത്ത സന്തതി ഇസഹാക്ക് വന്നു, ഇസഹാക്ക് മരിച്ചു. ആ വാക്ക് തുടർന്നുകൊണ്ടിരുന്നു. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? അപ്പൻ ചെയ്ത ഈ പ്രശ്നം അടുത്ത മകനിലേക്ക് കിട്ടി. ആരിലേക്ക് കിട്ടി? അബ്രഹാമിന്റെ മകനായ ആർക്കിലേക്ക് കിട്ടി? ഇസഹാക്കിലേക്ക് കിട്ടി. ഇസഹാക്ക് മരിച്ചു, അടുത്ത മകനിലേക്ക് കിട്ടി. ആർക്ക് കിട്ടി? പറഞ്ഞാട്ടെ, ആർക്ക് കിട്ടി? യാക്കോബിലേക്ക് കിട്ടി. നിങ്ങൾക്കറിയാമോ, യാക്കോബിൽ നിന്ന് അടുത്ത മക്കൾ 12 പേരിലേക്ക് ഈ വാക്കുകൾ കിടക്കുക. എത്ര സംവത്സരമാ? പറഞ്ഞാട്ടെ, ആ വാക്കുകളിലേക്ക് നിങ്ങളെ ഒന്ന് കൊണ്ടുവന്നിട്ട് വേണം എനിക്കൊന്ന് പ്രാർത്ഥിക്കാൻ. എത്ര സംവത്സരമാ? 400 സംവത്സരം. പക്ഷെ ഈ മക്കൾ ചെയ്തതാണോ? ഈ മക്കൾ ചെയ്തല്ല. ആര് ചെയ്തതാ? അബ്രഹാം പിതാവിന്
പിളർക്കേണ്ട സ്ഥാനത്തെ അല്ലെ പറിക്കേണ്ട അതിന്റെ കഴുത്തിനെ പിടിച്ച് അതിന്റെ രക്തം ഒഴിച്ചു പോകേണ്ട സ്ഥാനത്ത് അവിടെ പറ്റിയൊരു വീഴ്ച നിമിത്തം ഈ തലമുറകൾ 400 സംവത്സരം എന്നുള്ള ഒരു ഭാരം പേറി നടക്കുകയാണ്. അങ്ങനെ ആ യോസഫിനെ അറിയാത്തൊരു ഫറവോൻ വന്നു, ഇസ്രായേൽ മക്കളെ പിടിച്ച് എന്തോ ആക്കി, അടിമയാക്കി. അവരുടെ അടിമത്തം തുടങ്ങി. അടിമത്തം അങ്ങോട്ട് തുടങ്ങി. ഇവരുടെ ജീവിതത്തിൽ സ്വസ്ഥത നഷ്ടപ്പെട്ടു. ഒരു രക്തത്തിന്റെ അകത്ത് പറ്റിയ പാളിച്ച നിമിത്തം ഇവരുടെ ജീവിതത്തിൽ അസ്വസ്ഥത തുടങ്ങി. ഇവരുടെ ജീവിതം കഠിനമായി. ഇവരുടെ ജീവിതം ശാപത്തിന്റെ അകത്തായി. ഇന്ന് രാത്രിയിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുക, നിങ്ങളുടെ പിതാക്കന്മാര് ചെയ്തിട്ടുള്ള ഏതെങ്കിലും രക്തം നിമിത്തമുള്ള ഉടമ്പടി ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയാൻ വരുന്നത് ഇപ്രകാരമാ. ഇന്ന് രാത്രി ദൈവം എന്നെ ഏൽപ്പിച്ച ആലോചന ഇപ്രകാരമാ. ഈ രാത്രി നീ അത് പേറി നടക്കണ്ട. ഇന്ന് രാത്രി കൊണ്ട് നിനക്കൊരു വിടുതലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പല ചോദ്യങ്ങൾക്ക് ഇന്ന് രാത്രി മറുപടി ആകട്ടെ. എന്താ കർത്താവ്? ഞാൻ ചോദിച്ചിട്ടുണ്ട്, എൻ്റെ ദൈവം എന്തുകൊണ്ടാ എൻ്റെ ജീവിതത്തിന്റെ അകത്ത് സംഭവിച്ച ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർക്കാം. പക്ഷെ ദൈവം ഓരോന്നിൽ അവന്റെ വചനം എൻ്റെ മുമ്പിൽ വെളിപ്പെടുമ്പോൾ എനിക്കറിയാം, വചനം വെളിപ്പെട്ട് കഴിഞ്ഞാൽ ആ മേഖലകളുടെ കെട്ട് പൊട്ടുകയാ. 2019 ചില കെട്ടുകൾ ഈ നിൽക്കുന്ന ദൈവമക്കളുടെ മുകളിൽ നിന്ന് പൊട്ടട്ടെ. നിന്റെ കുടുംബത്തിൽ വിട്ടുമാറാത്ത രോഗം, നിന്റെ കുടുംബത്തിൽ വിട്ടുമാറാത്ത ദാരിദ്ര്യം, എത്ര അധ്വാനിച്ചിട്ടും മാറാത്ത പ്രശ്നം, എത്ര അധ്വാനിച്ചിട്ടും സമ്പത്തില്ലാത്തത്, എത്ര അധ്വാനിച്ചിട്ട് സ്വസ്ഥതയില്ലാത്തത്, ഈ രാത്രി നിന്റെ വിടുതലിന്റെ രാത്രിയാക്കി എന്റെ ദൈവം തീർക്കുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കാര്യങ്ങളെ അടിച്ച് അല്പസമയം വായികളെ തുറന്ന് ദൈവത്തോട് നന്ദി പറഞ്ഞേ. ആ കരങ്ങളെ നല്ലവണ്ണം അടിച്ചു വായികളെ തുറന്ന് അന്യഭാഷകളിൽ ദൈവത്തോട് നന്ദി പറഞ്ഞേ. ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഒരു രക്തത്തിന്റെ വീഴ്ച നടക്കാത്തത് നിമിത്തം നിങ്ങൾക്കറിയാം, രക്തവും സ്പിരിച്വാലിറ്റിയും ആത്മീയതയും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്. നിങ്ങൾക്കറിയാമോ? രക്തവും ആത്മീയതയും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്. നിങ്ങൾ മിണ്ടാതിരിക്കുന്നു, പക്ഷെ ഞാൻ പറയാം, എന്നെ ദൈവം പഠിപ്പിച്ച ഞാൻ പറയാം. പൈശാചിക ശക്തികളെ വിളിച്ചു വരുത്തുന്നവർ, പൈശാചിക ശക്തികളെ ഉപയോഗിക്കുന്നവർ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉപയോഗിക്കുന്ന വസ്തു എന്തുവാ? പറഞ്ഞാട്ടെ. നിങ്ങൾക്കറിയാത്തതൊന്നുമല്ല, നിങ്ങൾക്കറിയാം എന്തുവാണ്? രക്തം. ഇവന്മാർക്ക് എന്തോ കടലിൽ വെള്ളമില്ലാത്തതുകൊണ്ടാണ് രക്തം ചോദിച്ചു പോകുന്നത്. കടലിൽ ഇഷ്ടംപോലെ വെള്ളമില്ലേ? ഇത് കോരിയെടുത്ത് ചെയ്താൽ അല്ല മോനെ, അവർക്കറിയാം എന്ത് ചെയ്താൽ എന്തിനെ എങ്ങനെ വിളിക്കാമെന്ന്. രക്തം നിമിത്തമാ പൈശാചിക ശക്തികൾ പലതിന്റെ വീടിനെ ആക്സസ് ചെയ്യുന്നത്. രക്തം നിമിത്തം, ഏതോ രക്തത്തിന്റെ പ്രശ്നം നിമിത്തമാ പലതിന്റെ വീടുകളെ കുടുംബങ്ങളെ വിട്ടുമാറാതെ ഈ പൈശാചിക ശക്തികൾ നിന്റെ നന്മയെ ചോർത്തിക്കളയുന്നത്. ദൈവം ആദ്യമേ മനുഷ്യനോട് പറഞ്ഞു കൊടുത്തു, മനുഷ്യ രക്തത്തോടുകൂടെ യാതൊന്നും കഴിക്കരുത്, നിന്റെ രക്തം അശുദ്ധമാക്കരുത്, രക്തത്തിൽ അത്രേ ജീവൻ ഇരിക്കുന്നത്, നീ അശുദ്ധമായത് കഴിക്കല്ല്, നീ മറ്റു രക്തത്തോടുകൂടെ, മൃഗത്തിന്റെ ആകാം പക്ഷികളുടെ ആകാം രക്തത്തോടുകൂടെ നീ കഴിക്കരുത്, നിന്റെ ശരീരം നീ തകർക്കല്ല്, അശുദ്ധമാക്കല്ല്. ശ്വാസം മുട്ടിച്ചത്തത്, വിഗ്രഹാർപ്പിതം, ഇങ്ങനെയുള്ളത് എന്തിനാ പറഞ്ഞതെന്നറിയാമോ? നിന്റെ രക്തം പ്യുവർ രക്തമാ. നിന്റെ രക്തത്തിലാണ് ദൈവത്തിന്റെ ജീവൻ നിലനിൽക്കുന്നത്. ആ ദൈവത്തിന്റെ ജീവൻ നിന്നിൽ നിന്ന് മാറിയെങ്കിൽ മാത്രമേ മരണത്തിന്റെ ശക്തിക്ക്, ഇരുട്ടിന്റെ ശക്തിക്ക് നിന്റെ അകത്തേക്ക് കയറാൻ പറ്റത്തുള്ളൂ. ഇന്ന് രാത്രി ചില വ്യക്തികളുടെ അകത്തേക്ക് രക്തം നിമിത്തം വന്നു കയറിയിട്ടുള്ള രോഗങ്ങൾ ഈ നിമിഷം ക്യാൻസൽ ആക്കുകയാണ്. ഒരിക്കൽ ഒരു കൊച്ചിനു വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ കുറേ ദൈവദാസന്മാർ കൂടി. ഈ കൊച്ചിനു വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുക. കുറേ മണിക്കൂറുകൾ നിന്ന് പ്രാർത്ഥിച്ചു. ഈ കൊച്ചിന് മേൽ വിടുതലില്ല. ഈ കൊച്ച് ബാംഗ്ലൂരിലുള്ള നല്ലൊരു കോളേജിൽ പഠിക്കാമെന്ന മറ്റൊരു ഡീറ്റെയിൽ ഞാൻ പറയുന്നില്ല, പക്ഷേ സംഭവങ്ങൾ മാത്രം പറയാൻ വേണ്ടി ആഗ്രഹിക്കാൻ. നല്ലൊരു കോളേജിൽ പഠിക്കാൻ കൊണ്ട് ഇന്ത്യക്ക് വെളിയിൽ നിന്ന് കൊണ്ട് ചേർത്തതാ. പക്ഷേ അതിൻ്റെ പഠിത്തമെല്ലാം തകർന്നു.
ഇപ്പൊ കോളേജിൽ പോകത്തില്ല, ഒരു മൂലയ്ക്ക് ഭയപ്പെട്ടിരിക്കുക, പൈശാചിക ശക്തികളെ കൊണ്ട് എൻ്റെ ശരീരത്തിൽ നിറഞ്ഞിരിക്കുക, ആകപ്പാടെ വയലന്റ് ഒരു നേച്ചറായി തീർന്നിരിക്കുക. ഞങ്ങളെല്ലാ ദൈവദാസന്മാരും കൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, എന്തുവാ ഇതിൻ്റെ ആൻസർ എന്തുവാ? കുറേ സമയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൈവദാസൻ ചോദിച്ചു, കർത്താവിനോട് ചോദിക്കുക, എന്തെങ്കിലും വെളിപ്പാട് ഇതിൻ്റെ റൂട്ടിനെ കർത്താവ് തരുന്നുണ്ടെങ്കിൽ ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവം പെട്ടെന്ന് എനിക്കൊരു കാര്യം വെളിപ്പെടുത്തി തന്നു. ദൈവം എന്നോട് പറഞ്ഞു, ഈ കൊച്ചിൻ്റെ പുറകിൽ രക്തം കിടക്കുന്ന കർത്താവിനെ കാണിക്കുക. ഞാൻ പറഞ്ഞു, ഈ കൊച്ചു രക്തവുമായിട്ട് എന്തെങ്കിലും ഉടമ്പടി ചെയ്തിട്ടുണ്ടോ? രക്തം ഈ കൊച്ചിൻ്റെ പുറകിൽ കിടന്ന് വാദിക്കുന്ന എന്നെ കാണിക്കുക. പക്ഷെ ആ സമയത്ത് ഓരോ കാര്യങ്ങളുടെ ചുരുളഴിയുന്നത്. ഈ കൊച്ചു എന്തെടുത്തെന്നറിയാമോ? കോളേജിൽ പഠിക്കാൻ ചെന്നപ്പോൾ ആരോ ഫ്രണ്ട്സ് വിളിച്ചു, അവർ സെയ്ത്താൻ വർഷിപ്പേഴ്സിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുപോയി ഇവളുടെ രക്തം കൊടുത്ത് അവൾ അവിടെ സാത്താനോട് ഉടമ്പടി ചെയ്തു. സാത്താനും വേണ്ടത് എന്തുവാണെന്നറിയാമോ? രക്തം. സാത്താനോട് ഉടമ്പടി ചെയ്തു. അശുദ്ധ ശക്തികളുടെ മുമ്പിൽ വസ്തുവകകളെയും ജീവിതത്തെയും പലതിനെയും അടിയറവ് വെക്കുന്നത് എന്ത് നിമിത്തമാണെന്നറിയാമോ? യാഗമോ പൂജയോ അതിനകത്തൂടൊക്കെ ഒഴിക്കുന്ന രക്തം നിമിത്തമാണ്. പക്ഷെ അതും കൊണ്ട് പലതും വിട്ടുമാറാതെ ചിലത് 400 സംവത്സരം കിടന്ന് കറങ്ങുന്നത് പോലെ ഇന്നും ചില ഒത്തിരിയും വ്യക്തികളുടെ ജീവിതത്തിൽ ആരാധിച്ചിട്ടും വിടുതലില്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിലും ഇങ്ങനെ അവർ അസ്വസ്ഥതപ്പെട്ട് ജീവിക്കുക. ഇങ്ങനെ അവരുടെ ജീവിതം മുന്നോട്ട് പോയി. ഒരു പിതാവ് രക്തം ചീന്തണ്ടിടത്ത് രക്തം ചീന്താതിരുന്നത് കൊണ്ട്, പക്ഷിയെ പിളർക്കേണ്ടിടത്ത് പിളർക്കാതിരുന്നത് കൊണ്ട്, അതിന്റെ രക്തം വീഴാത്തത് കൊണ്ട് ഈ തലമുറകൾ തുടർന്നുകൊണ്ടിരുന്ന ആ ശാപത്തിന്റെ കെട്ടിന്റെ അവസാന സമയത്തിലേക്ക് വന്നപ്പോൾ ദൈവം പറഞ്ഞു, പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് വന്നാട്ടെ. അവസാന സമയമായപ്പോഴത്തേന്, അവരുടെ ജീവിതത്തിൽ ഒരു വിടുതലിന്റെ സമയമായപ്പോൾ ദൈവം ഇപ്രകാരം പറഞ്ഞു, ഇസ്രായേൽ മക്കളോട് പറഞ്ഞ ഒരു സംഭവം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എടുത്തു വരട്ടെ. പുറപ്പാട് പുസ്തകം 12:3 ഒന്ന് വായിച്ചാട്ടെ. പുറപ്പാട് പുസ്തകം 12:3. നിങ്ങൾ ഇസ്രായേലിന്റെ സർവ്വസംഘത്തോടും പറയേണ്ടത് എന്തെന്നാൽ, ഈ മാസം 10-ാം തീയതി അതത് കുടുംബത്തിന് ഒരു ആട്ടിൻകുട്ടി വീതം ഓരോരുത്തൻ ഓരോ ആട്ടിൻകുട്ടിയെ എടുക്കണം. ആട്ടിൻകുട്ടിയെ തിന്നുവാൻ വീട്ടിലുള്ളവർ പോരാ എങ്കിൽ ആളുകളുടെ എണ്ണത്തിനൊത്തവണ്ണം അവനും. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഓരോ ആട്ടിൻകുട്ടിയെ വീതം നിങ്ങൾ മൊത്തം പേരും കൂടെ ഓരോ ആട്ടിൻകുട്ടി എടുക്കാനല്ല പറഞ്ഞത്. നിങ്ങൾ ഓരോരുത്തൻ ഓരോ ആട്ടിൻകുട്ടിയെ. അതിന്റെ 3-ാം വാക്യം അങ്ങനെയല്ല. ഈ മാസം 10-ാം തീയതി അതത് കുടുംബത്തിനും. ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ഓർത്തോ, നിന്റെ വിടുതൽ കൂട്ടത്തിലല്ല. നിന്റെ വിടുതൽ കൂട്ടത്തിൽ ദൈവം തരും, അത് വേറൊരു കാര്യം. പക്ഷെ ഇന്ന് രാത്രി ദൈവം നിന്നെ വിടുവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നിന്റെ കുടുംബത്തിനെ ദൈവം വിടുവിക്കാൻ ആഗ്രഹിക്കുന്നത്. നിന്റെ കുടുംബത്തിനകത്ത് ഏതെങ്കിലും വ്യക്തികൾ, ചില വിടുതൽ നമുക്ക് സമൂഹമായിട്ടാണ് കിട്ടുന്നത്, പക്ഷെ മറ്റു ചില വിടുതലുകൾ നമ്മുടെ മേൽ വരുന്നത് ദൈവം പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഈ കുടുംബത്തിനോരോന്ന്, ഇന്ന് രാത്രി ചില കുടുംബങ്ങൾ ഓരോന്നായി വായിച്ചാട്ടെ. കുടുംബത്തിൽ ഓരോന്ന്, അതത് കുടുംബത്തിന് ഒരു ആട്ടിൻകുട്ടി വീതം ഓരോരുത്തൻ ഓരോ ആട്ടിൻകുട്ടി എടുക്കണം. 7-ാം വാക്യം മുതൽ. അതിന്റെ രക്തം കുറെ എടുത്ത് തങ്ങൾ തിന്നുന്ന വീടുകളുടെ വാതിലിന്റെ കട്ടളയ്ക്കൽ രണ്ടിന്മേലും കുറുമ്പടിമേലും പുരട്ടേണം. 12-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. നിങ്ങൾ പാർക്കുന്ന വീടുകളിന്മേൽ രക്തം അടയാളമായിരിക്കും. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞു കടന്നു പോകും. ഞാൻ മിസ്രയീം ദേശത്തെ ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശഹേതുവായി തീരുകയില്ല. അടുത്തത്, ഈ ദിവസം നിങ്ങൾക്ക് ഓർമ്മ നാളായിരിക്കണം. നിങ്ങൾ അത് യഹോവയ്ക്ക് ഉത്സവമായി ആചരിക്കണം. തലമുറ തലമുറയായും നിത്യ നിയമമായും നിങ്ങൾ അത് ആചരിക്കണം. അതിന്റെ 41-ാമത്തെ വാക്യം. 430 സംവത്സരം കഴിഞ്ഞിട്ട് ആ ദിവസം തന്നെ യഹോവയുടെ ഗണങ്ങളൊക്കെയും മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെട്ടു. നിങ്ങൾ ഇനി ശ്രദ്ധിച്ചാട്ടെ, അബ്രഹാം ചെയ്ത ഒരു രക്തത്തിന്റെ പാളിച്ച വന്നത് നിമിത്തം കൊച്ചുമക്കൾ എത്ര സംവത്സരം അസ്വസ്ഥതപ്പെട്ടു? 430. പക്ഷെ 430 സംവത്സരത്തെ അസ്വസ്ഥതയുടെ അവസാനമായപ്പോൾ വിടുതലിന് വേണ്ടി കാര്യങ്ങൾ കർത്താവ് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ രക്തം നിമിത്തം അല്ലയോ നിങ്ങൾ ഈ അടിമത്തത്തിൽ പോയത്, പക്ഷെ നിങ്ങൾ ഇനി ഒരു കാര്യം ചെയ്തോ, നിങ്ങളെ മറ്റൊരു രക്തം ഇന്ന് രാത്രി വിടുവിക്കാൻ പോവുകയാണ്. മനസ്സിലാകുന്നവരിനകത്തുണ്ടോ? രക്തം നിമിത്തമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ അസ്വസ്ഥത വന്നെങ്കിൽ
രക്തം നിമിത്തമാണ് നിങ്ങളുടെ ജീവിതം ഈ അടിമത്തത്തിൽ കിടന്നതെങ്കിൽ, രക്തം നിമിത്തമാണ് നിങ്ങളുടെ കുടുംബം അസ്വസ്ഥതപ്പെടുന്നെങ്കിൽ, ഇന്ന് രാത്രി മറ്റൊരു രക്തം നിന്നെ വിടുവിക്കാൻ പോകുക. ഇന്ന് രാത്രിയിൽ തിരുവനന്തപുരത്തുള്ള ദൈവമക്കളോടുള്ള ദൂതിത. ഓ ഓ ആരാധന ശമനഗരഗദ ലേമാന ശേഖരേ രമാന. ദൈവം പറഞ്ഞു, ഈ മാസം 10-ാം തീയതി നീ ഒരു ആടിനെ കയറ്റി വീട്ടിൽ കെട്ടണം. ആ ആടിന് 1 വയസ്സെങ്കിലും പ്രായമുള്ളതായിരിക്കണം. ആ ആടിനെ കെട്ടി വീട്ടിൽ കെട്ടിയിട്ട് 14-ാം തീയതി വൈകിട്ട് സന്ധ്യാസമയമാകുമ്പോൾ അതിനെ അറുക്കണം. അതിനെ അറുത്തിട്ട് അതിൻ്റെ രക്തമുണ്ടല്ലോ അല്പം എടുത്ത് നീ പാർക്കുന്ന വീടുകളുടെ കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും ഈ രക്തം പുരട്ടണം. ഇന്ന് രാത്രി രക്തം നിമിത്തം ഒരു ഉടമ്പടി നീ തുടങ്ങുന്നത് കൊണ്ട് ആ രക്തം നിമിത്തം നിന്റെ മേൽ കിടന്ന ആ ശാപമുണ്ടല്ലോ, നിന്റെ മേൽ കിടന്ന ആ ഒരു അടിമത്തമുണ്ടല്ലോ, നിന്റെ മേൽ കിടന്ന ആ ഒരു പ്രശ്നമുണ്ടല്ലോ, നിന്റെ ശരീരത്തിന് മേൽ കിടന്ന അസ്വസ്ഥതയുണ്ടല്ലോ, ഈ രക്തം ഇന്ന് രാത്രി നിന്നെ പൊട്ടിക്കാൻ പോകുക. ഈ രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ഇവിടെ നിൽക്കുന്ന, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ ഉള്ള അസ്വസ്ഥത, ഒരു ആട്ടുകൊറ്റന്റെ രക്തം ഇസ്രായേലിന്റെ അസ്വസ്ഥതയെ പൊട്ടിച്ചെങ്കിൽ, ഓ ഇന്ന് രാത്രി നിങ്ങളുടെ ഇത്രയും നാളത്തെ അടിമപ്പണി കഴിഞ്ഞ് വരുമ്പോഴേ കട്ടളക്കാലുമേൽ കുറുമ്പടിമേൽ രക്തം തേച്ച് നിങ്ങൾ എന്തോ ചെയ്യണമെന്നറിയാമോ? നിങ്ങൾ കുടുംബമായി ആ ആടിൻ്റെ മാംസം തീയിൽ ചുട്ടതായിട്ട് നിങ്ങൾ ആ കയ്പ് ചീരയോടുകൂടെ പുളിപ്പില്ലാത്ത അപ്പത്തോടുകൂടെ ഇത് കഴിക്കണം. ഇത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, ഇന്ന് രാത്രി 430 സംവത്സരത്തെ അടിമത്തത്തിൻ്റെ ആ കെട്ടിനെ ദൈവം ഇന്ന് രാത്രി റെഡ് ലൈൻ കൊണ്ട് പൊട്ടിക്കുന്ന ഒരു രാത്രിയാ. അന്ന് രാത്രി ദൈവം ഇസ്രായേൽ മക്കൾ അത് ആചരിച്ചപ്പോൾ, അന്ന് രാത്രി ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം അബ്രഹാമിനോട് പറഞ്ഞ ആ 400 സംവത്സരത്തെ ആ ഒരു ശാപത്തിൽ നിന്നുകൊണ്ട്, ആ ഒരു കാര്യത്തിൽ നിന്നുകൊണ്ട് ദൈവം ഇസ്രായേലിനെ പുറത്തെടുത്തെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, എൻ്റെ വാക്കുകളുടെ അവസാന ഭാഗങ്ങളിലേക്ക് വരിക. ആട്ടുകൊറ്റന്റെ രക്തത്തിനകത്ത് മറഞ്ഞ ഇസ്രായേലിനെ അന്ന് രാത്രി ദൈവം പുറത്തെടുത്തോ? ദൈവമക്കളെ പറഞ്ഞാട്ടെ, പുറത്തെടുത്തോ? ഉറക്കെ പറഞ്ഞാട്ടെ, പുറത്തെടുത്തു. സഹോദരന്മാരൊന്ന് ഉറക്കെ പറഞ്ഞാട്ടെ, പുറത്തെടുത്തോ? പുറത്തെടുത്തു. അങ്ങനെ ആട്ടുകൊറ്റന്റെ രക്തം ഇസ്രായേൽ മക്കളെ പുറത്തെടുത്തെങ്കിൽ, ഇന്ന് രാത്രി നമുക്ക് വേണ്ടിയുള്ളത് ആട്ടുകൊറ്റന്റെ രക്തമല്ല. ഇന്ന് രാത്രി നമുക്കുള്ളത് യഥാർത്ഥ കുഞ്ഞാടായ യേശുവിൻ്റെ രക്തം. ഈ 2019 ജാനുവരി 1-ാം തീയതി ഈ രാത്രി നിങ്ങളത് ആശ്രയിക്കുമെങ്കിൽ, ഈ രാത്രികളിൽ നിന്റെ ജീവിതത്തിൽ ഇത്രയും വർഷങ്ങളോളം നിന്റെ മേൽ തുടർന്നുകൊണ്ടിരുന്ന സകല ശാപത്തിന്റെ പ്രശ്നങ്ങളും ഇന്ന് രാത്രി ചില ബന്ധനങ്ങൾ അഴിയട്ടെ. നിന്റെ ജീവിതത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന റൂട്ട് എന്തുവാന്ന് ഇന്നുവരെ നിനക്ക് മനസ്സിലാകാതെ കിടന്നു. ഇങ്ങനെ പോയി. പക്ഷെ ഇന്ന് രാത്രി യേശുവിന്റെ രക്തം അതിനെ ക്യാൻസൽ ചെയ്യുക. ഇന്ന് രാത്രി നീ ആശ്രയിക്കേണ്ടത് മറ്റൊന്നിലുമല്ല, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തത്തിൽ നീ ആശ്രയിക്കുമെങ്കിൽ, നിന്റെ വീടിന്റെ അകത്ത് നൂറ്റാണ്ടുകളായി മറഞ്ഞു കിടന്ന ശാപത്തിന്റെ അസ്വസ്ഥത, രോഗത്തിന്റെ അസ്വസ്ഥത, കടഭാരത്തിന്റെ അസ്വസ്ഥത, ഇന്ന് രാത്രി നിന്നെ അതിൽ നിന്ന് വിടുവിച്ച് നിന്നെ ദൈവം സ്വസ്ഥതയിലേക്ക് നടത്താൻ പോകുകയോ? ഇന്ന് രാത്രി എനിക്കറിയാം ചില കെട്ടുകൾ ഇന്ന് രാത്രി പൊട്ടട്ടെ. ഇന്ന് രാത്രി പൊട്ടിയിരിക്കും. ഇന്ന് രാത്രി വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? 400 സംവത്സരത്തെ അടിമത്തത്തിന്റെ ആ കെട്ടിനെ ദൈവം അവന്റെ രക്തം, കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് പൊട്ടിച്ച് ആ ജനത്തെ അടിമത്തത്തിൽ നിന്ന് പുറത്തെടുത്തു. ബൈബിളിൽ അടുത്ത വാക്യം നമ്മൾ വായിച്ച ഇപ്രകാരമാ: ഇസ്രായേൽ മക്കൾ ഈ മിസ്രൈമിൽ പാർത്തിരുന്നത് ആകെ 430 സംവത്സരമായിരുന്നു. അതേ ദിവസം അന്ന് തന്നെ ദൈവം അവരെ പുറത്തെടുത്തെങ്കിൽ, ഇന്ന് രാത്രിയിൽ ഇന്ന് നിങ്ങളുടെ യേശുവിന്റെ രക്തത്തിൽ മറയുന്ന ഓരോ കുടുംബങ്ങളുടെ മേലും മറഞ്ഞു നിൽക്കുന്ന ഫറവോന്യ അടിമത്തങ്ങൾ, അത് മനസ്സിലാക്കുന്നവരെ കരങ്ങളെ അടിച്ച് വായ്കളെ തുറന്ന് അല്പസമയം ദൈവത്തോട് നന്ദി പറഞ്ഞേ. യേശുവിന്റെ രക്തം ഇന്ന് രാത്രി ചിലതിനു വേണ്ടി വെളിപ്പെടട്ടെ. യേശുവിന്റെ രക്തം ചില രോഗങ്ങളെ ക്യാൻസൽ ചെയ്യട്ടെ. നിന്റെ ശരീരത്തിൽ മറഞ്ഞുകൊണ്ട് കിടന്നിരുന്ന ചില രോഗശക്തികളെ ക്യാൻസൽ ചെയ്യട്ടെ.
നീ ഓർത്തു ഏതോ തരത്തിലുള്ള ആഹാര നിമിത്തമാ രോഗം വന്നതെന്ന് നീ വിചാരിച്ചു. അയ്യോ, ഈ കാലത്തുള്ള പ്രശ്ന നിമിത്തം അല്ലെന്നേ. ചില ബന്ധനങ്ങളുടെ റൂട്ട് രക്തമായതുകൊണ്ട് ഈ രാത്രി അശുദ്ധ രക്തത്തിന്റെ ശക്തികൾ, പൈശാചിക രക്തത്തിന്റെ, മന്ത്രവാദി കൊടുത്ത രക്തത്തിന്റെ ശക്തികളെ ഈ രാത്രി യേശുവിന്റെ രക്തം ക്യാൻസൽ ചെയ്യുക. ഈ രാത്രി ചില വീടുകളുടെ അകത്തുനിന്ന് ഇരുട്ടിന്റെ ശക്തികൾ ഇറങ്ങിപ്പോക. രക്തത്തിന്റെ അവകാശം നിമിത്തം മറഞ്ഞു നിന്ന് പൂർവ്വ പിതാക്കന്മാർ ചെയ്ത ഏതോ ഉടമ്പടി നിമിത്തം നിന്നുകൊണ്ടിരുന്ന പ്രശ്നങ്ങളെ ഈ രാത്രി യേശുവിന്റെ രക്തം ക്യാൻസൽ